ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാനൊരു ഒട്ടുമിക്ക പ്ലാന്റുകൾക്കും ഈ ബിഷിഡിയ വെറൈറ്റീസൊക്കെ, അതായത് സക്കുലൻ്റ് ആ ഒരു കാറ്റഗറി അല്ലാതെ ബാക്കി എല്ലാ നമ്മുടെ പ്ലാന്റുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പോട്ടിംഗ് മിക്സാണിത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യം നമ്മുടെ ഗാർഡൻ സോയിൽ, ഇവിടെ ഈ കറുത്ത മണ്ണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചുമന്ന ഒരു ഗാർഡൻ സോയിലാണ് എപ്പോഴും നല്ലത്. ഇവിടെ ഈ ഒരുമാതിരി ഒരു കറുത്ത ടൈപ്പ്, അത്ര ഒരു വളക്കൂറുള്ള മണ്ണല്ല. പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് നമ്മുടെ വേസ്റ്റ്, നമ്മൾ ഓരോ ദിവസം ഈ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റ് ഉണ്ടാവും അടുക്കളയിൽ വരുന്ന, അതിൻ്റെ വേസ്റ്റുകളിട്ട് നമ്മൾ ലെയർ ആയിട്ട് ചെയ്തെടുക്കുന്ന ആ കമ്പോസ്റ്റ് അത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ചകിരിച്ചോറ് കഴിഞ്ഞ ദിവസം പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് അത്, പിന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. ഇപ്പം എനിക്ക് ഇവിടെ ഇല്ല, തീർന്നിരിക്കുക. പിന്നെ വന്നിട്ട് ആട്ടിൻകാഷ്ടമാണ് ഇപ്രാവശ്യം കിട്ടിയത്, ചാണകപ്പൊടി അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അത് നല്ലപോലെ പൊടിക്കണം, അതാണ് അതിൻ്റെ ഒരു വേറൊരു ചെറിയൊരു പണി. ചാണകപ്പൊടി ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഇടാനായിട്ട് പറ്റും. ഇതാകുമ്പോൾ ഈ കട്ടയായിട്ട് ഇങ്ങനെ കിടക്കുമ്പം അത് മണ്ണിനോട് അലിഞ്ഞു പോകുമെന്ന് വിചാരിക്കും, പക്ഷേ അത് പെട്ടെന്നൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ അത് സാധാരണ പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കാറ്. അപ്പം എത്രയോ സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ഏറ്റവും താഴെയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വളമാണ് ഈ കരിയിലകൾ. അപ്പം അത്രയും സംഭവങ്ങളാണ് ഞാൻ സാധാരണ പോട്ടിംഗ് മിക്സ്. ഈ ഒരു പോട്ടിംഗ് മിക്സാണ് എല്ലാ പ്ലാന്റുകൾക്കും, ഏതൊക്കെ പ്ലാന്റുകൾ വയ്ക്കുന്നുണ്ടോ അത്രയും പ്ലാന്റുകൾക്കും ഞാൻ ഈ ഒരു പോട്ടിംഗ് മിക്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ചിലതിനാണെങ്കിൽ ചകിരിച്ചോറിൽ മാത്രം വളരുന്ന ചില ചെടികൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഈ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.